പണ്ട് കുണ്ടും കുഴിയുള്ള റോഡാണ് സാർ. എന്നാലും അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ കൃത്യമായി നടന്ന് ഇവിടെ എത്തും. എന്നിട്ട് പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മേനെ ഒന്നും സംസാരം കേൾക്കുന്നില്ലല്ലോ. നോക്കുമ്പം താഴെ വീണ് കിടക്കുന്നു. പെട്ടെന്ന് മുഖം നോക്കുമ്പോൾ മുഖത്ത് ഫുള്ള് ബ്ലീഡിങ് ആയി. അമ്മ കരയുന്ന സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. വീണെന്ന് പറഞ്ഞു, ഒന്നും അറിയില്ലല്ലോ. പിന്നെ എക്സ്റേ ആയി. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ ബോണിങ് ഡിസ്ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അങ്ങനെയാ ശ്രീചന്ദിലെത്തിയത്. പിന്നെ സാറ് ഇത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്, നല്ല ക്വാളിറ്റി ഉള്ള ബോണാന്ന്, അത് പൊട്ടിപ്പോയി. പിന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു സാറ്, നമ്മളെ സമാധാനിപ്പിക്കലും എല്ലാം കൊണ്ടാ. പിന്നെ അവിടുന്ന് എവിടെയും പോകില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് സക്സസ് ആയി. തരുന്ന കോൺഫിഡൻസും നമുക്കില്ല കോൺഫിഡൻസ് അതങ്ങ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് തന്നെ ഫുൾ കെയറിങ്. നമുക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അനക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവരെന്നെയാണ് എല്ലാം ബാത്റൂം കൊണ്ടുപോക്കും, പിന്നെ അവിടുന്ന് എല്ലാം ക്ലീൻ ആക്കലും. 2-3 നേരം അമ്മേന്റെ ഗൗണെല്ലാം മാറ്റി കൊടുക്കും. അല്ല ഫുള്ള് നീറ്റ്, അത്രയും ഹൈജീനിക് ആയിട്ട് എവിടുന്നും കിട്ടിയില്ല നമുക്ക് ഇത്രയും നല്ല ട്രീറ്റ്മെന്റ്. ഏകദേശം 4 മാസമായില്ലേ? ആ ഒരു വ്യത്യാസം എങ്ങനെയുണ്ട് ഈ ഒരു 4 മാസത്തെ ഒരു 1 വീക്ക് ഞാൻ അങ്ങനെ കുറങ്ങാനൊന്നും പറ്റിയില്ല. ഞാൻ ഫുൾ ലീവെല്ലാം ആക്കി. പിന്നെ രാത്രി അമ്മേനെ പിടിച്ചു കൊണ്ടുപോയി. എന്നെ വീണുപോയാൽ എന്താവെന്ന് പേടിച്ചിട്ട് ഒറ്റക്കൊന്നും വിട്ടിട്ടില്ല. ഭയങ്കര ഒരിക്കലും അമ്മയെ തിരിച്ചു കിട്ടില്ല മുമ്പത്തെ പോലെ എന്നാ വിചാരിച്ചത്. 2-3 ഡേയ്സ് കഴിഞ്ഞ് വേഗം ഡിസ്ചാർജ് ആയല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് അമ്മ പറഞ്ഞു അന്നെ ഒന്നും നോക്കൊന്നും വേണ്ട, ഞാൻ ഒറ്റക്ക് തന്നെ പോയിക്കോളൂ, ബാക്ക് ടു നോർമൽ. ഇങ്ങനത്തെ നല്ല കഥകൾ കേൾക്കുമ്പോ അമ്മക്ക് തന്നെ ഒരു ഊർജ്ജം കിട്ടും. ഓക്കെ, നമ്മള് നല്ലത് ചെയ്യുന്നില്ല. നമുക്ക് ചെയ്തത് ഒരു റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി, അതായത് ഷോൾഡർ റീപ്ലേസ്മെന്റ് സർജറി. ഷോൾഡറിന്റെ മുട്ട് മാറ്റി വെക്കുന്ന ഒരു സർജറി ആയിരുന്നു. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് ഔട്ട്കംസും ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വലിയ ടീമിന്റെ ഒരു സാന്നിധ്യം ഇല്ലോണ്ട് മാത്രമാണ് നമുക്ക് പങ്കജ് അമ്മയുടെ കൈ ഇത്രത്തോളം പൊന്തിക്കാൻ പറ്റിയത്. അപ്പൊ ഇങ്ങനെ ഒരു റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി അല്ലെങ്കിൽ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ചെയ്യുവാണെങ്കിൽ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. പേഷ്യന്റ് അവരുടെ ഒരു ജീവിതം, ദൈനംദിന ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതായത് 1 മാസം കൊണ്ട് തന്നെ കൈ ഇത്രത്തോളം പൊന്തും. ഒരു 3 മാസമൊക്കെ ആവുമ്പോൾ അവരെ ദൈനംദിന ജീവിതങ്ങളിലെ കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സർജറിയാണ്. കിംസ് ശ്രീചന്ദിന്റെ അഡ്വാൻസ്ഡ് ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടീം റൊട്ടീനായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സർജറിയാണ് ഈ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് സർജറി.